ഹായ് എവ്രിവൺ. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇഡിയംസ് ആണ്. കുറച്ച് ശൈലികൾ ഇംഗ്ലീഷിൽ പഠിക്കാം. നമുക്ക് കുറച്ചും കൂടി ഇംഗ്ലീഷ് അട്രാക്റ്റീവായിട്ട് സംസാരിക്കാം. ഈ ഇഡിയംസ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ, കാറ്റ്സ് ആൻഡ് ഡോഗ്സ്. കാറ്റ്സ് ആൻഡ് ഡോഗ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഹെവിലി എന്നാണ് അർത്ഥം. ഹെവിലി. അപ്പം നമ്മൾ പറയാറില്ലേ, മഴ ശക്തിയായിട്ട് പെയ്യുന്നു അല്ലെങ്കിൽ കനത്ത മഴ പെയ്യുന്നു എന്നൊക്കെ. അത് നമുക്ക് ഈ ഇഡിയം വെച്ചിട്ട് എങ്ങനെ പറയാം? ഇറ്റ്സ് റെയിനിങ് കാറ്റ്സ് ആൻഡ് ഡോഗ്സ്. ഇറ്റ്സ് റെയിനിങ് കാറ്റ്സ് ആൻഡ് ഡോഗ്സ്. മഴ ശക്തിയായിട്ട് പെയ്യുന്നു, കനത്ത മഴ പെയ്യുന്നു എന്നൊക്കെ. ഓക്കെ, നെക്സ്റ്റ് വൺ, ബ്രേക്ക് ദ ഐസ്. ബ്രേക്ക് ദ ഐസ് എന്ന് പറഞ്ഞാൽ എന്താണ്? സ്റ്റാർട്ട് എ കോൺവെർസേഷൻ. അതായത് നമ്മുടെ ഗ്രൂപ്പിലൊരു ടോപ്പിക്കൊക്കെ നമുക്ക് തരുമ്പോൾ ചിലപ്പോൾ എന്തെങ്കിലും പറയാൻ ഒരു സൈലന്റ് ആയിട്ടിരിക്കും, എന്ത് പറയണം എന്നറിയാതല്ലേ. അപ്പൊ പെട്ടെന്ന് ആരെങ്കിലും ഒന്ന് സംസാരിച്ചു തുടങ്ങുക, സ്റ്റാർട്ട് എ കോൺവെർസേഷൻ. അതിന് പറയും നമ്മൾ ബ്രേക്ക് ദ ഐസ് എന്ന് പറയാം. ആസ് ചെയ്ത എക്സാമ്പിൾ, അവന് ഭയങ്കര പേടിയായിരുന്നു, പക്ഷെ അവൻ ഒരു തമാശയിലൂടെ അവൻ സംസാരം ആരംഭിച്ചു, സംഭാഷണം സ്റ്റാർട്ട് ചെയ്തു. എങ്ങനെ പറയും? ഹി വാസ് നെർവസ് ബട്ട് ഹി ബ്രോക്ക് ദ ഐസ് വിത്ത് എ ജോക്ക്. അവന് പേടിയായിരുന്നു, പക്ഷെ അവൻ ഒരു ജോക്കിലൂടെ അവന് സ്റ്റാർട്ട് ചെയ്തു. ബ്രേക്കിന്റെ പാസ്റ്റ് ആണ് ബ്രോക്ക്. ബ്രോക്ക് ദ ഐസ്. ഓക്കെ, അപ്പൊ ഇതുപോലുള്ള ഇഡിയംസ് നമ്മൾ നമ്മുടെ സംഭാഷണത്തിൽ ഉൾപ്പെടുത്തുകയാണെങ്കിൽ ഒന്നുകൂടി നമുക്ക് അട്രാക്റ്റീവ് ആയിട്ട് സംസാരിക്കാൻ പറ്റും. നേതർ ഇഡിയം ഈസ് സ്പിൽ ദ ബീൻസ്. എന്താ സ്പിൽ ദ ബീൻസ് എന്ന് പറഞ്ഞാൽ? മീൻസ് റിവീൽ ദ സീക്രറ്റ്. രഹസ്യം വെളിപ്പെടുത്തുക എന്നൊക്കെ പറയില്ലേ, രഹസ്യം പുറത്തു പറയാ, അതിനെയാണ് സ്പിൽ ദ ബീൻസ് എന്ന് പറയാ. ഞാൻ നിന്നിൽ വിശ്വസിക്കുന്നു, എനിക്ക് നിന്നെ വിശ്വാസമാണ്, പക്ഷേ ഈ രഹസ്യം നീ ആരോടും പറയരുത്, വെളിപ്പെടുത്തരുത്. ഇത് ഇഡിയം വെച്ചിട്ട് എങ്ങനെ പറയാം? ഐ ട്രസ്റ്റ് യു. ഞാൻ നിന്നിൽ വിശ്വസിക്കുന്നു. ഡോണ്ട് സ്പിൽ ദ ബീൻസ് ടു എനിവൺ. ഈ രഹസ്യം ആരോടും വെളിപ്പെടുത്തരുത്. ഡോണ്ട് സ്പിൽ ദ ബീൻസ് ടു എനിവൺ. ഓക്കെ, ദെൻ നേതർ ഇഡിയമാണ് ഹിറ്റ് ദ ബുക്സ്. ഹിറ്റ് ദ ബുക്സ് എന്ന് പറഞ്ഞാലേ സീരിയസ് ആയിട്ട് പഠനം തുടങ്ങുക. അതിനെയാണ് ഹിറ്റ് ദ ബുക്സ് എന്ന് പറയാം. നമ്മൾ എക്സാം ഒക്കെ ആകുമ്പോൾ നന്നായിട്ട് പഠിക്കാൻ സീരിയസ് ആയിട്ട് ഭയങ്കര പഠിത്താവും അല്ലേ. അപ്പൊ നമുക്ക് ഇഡിയം വെച്ചിട്ട് എങ്ങനെ പറയാം? ഇറ്റ്സ് ടൈം ടു ഹിറ്റ് ദ ബുക്സ്. ഇപ്പൊ പഠിക്കാനുള്ള ടൈമാണ്, പഠിക്കാനുള്ള സമയമായി. ഇറ്റ്സ് ടൈം ടു ഹിറ്റ് ദ ബുക്സ്. ഇറ്റ്സ് ടൈം ടു ഹിറ്റ് ദ ബുക്സ്. ഓക്കെ, ഇനി ലേതർ ഇഡിയമാണ് കോൾ ഇറ്റ് എ ഡേ. എന്താണ് കോൾ ഇറ്റ് എ ഡേ എന്ന് പറഞ്ഞാല്? ഇന്നത്തെ ജോലി അവസാനിപ്പിക്കുക. അതിനെയാണ് കോൾ ഇറ്റ് എ ഡേ എന്ന് പറയാം. കോൾ ഇറ്റ് എ ഡേ. അപ്പൊ നമുക്ക് ഇന്നത്തെ ജോലി ഇവിടെ തീർക്കാം എന്നെങ്ങനെ പറയാം? ലെറ്റ്സ് കോൾ ഇറ്റ് എ ഡേ. ലെറ്റ്സ് കോൾ ഇറ്റ് എ ഡേ. അപ്പോൾ കുറച്ച് ഇഡിയംസ് ഒക്കെ നമ്മളൊന്ന് പഠിച്ചു അല്ലേ. ഇഫ് യു ലൈക്ക് ദിസ് വീഡിയോ, പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ. താങ്ക്സ് ഫോർ വാച്ചിങ്.